ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് ദൈവം മനുഷ്യനോട് ചോദിച്ച 10ാമത്തെ ചോദ്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ദൈവം തൻ്റെ ദൂതൻ വഴി ഹാഗാറിനോട് ചോദിക്കുന്നതാണ്: ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ഇതാണ് ദൈവത്തിൻ്റെ ചോദ്യം. നമുക്കറിയാം, അബ്രാഹത്തിൽ നിന്നും ഗർഭിണിയാകുന്ന ഹാഗാർ സാറായുമായി സ്വരച്ചേർച്ചയില്ലാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഹാഗാർ ഷൂറിലേക്കുള്ള വഴിയിൽ എത്തിയപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവം ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ് ദൂതൻ ചോദിക്കുന്നത്: ഹാഗാറെ, നീ എവിടെയായിരുന്നു? ഇപ്പോൾ നീ എങ്ങോട്ട് പോകുന്നു? ഇത് മനുഷ്യർ ഓരോരുത്തരോടും ദൈവം ചോദിക്കുകയാണ് ഇങ്ങനെ: മോനെ, മോളെ, നീ എവിടെയായിരുന്നു? എങ്ങനെയായിരുന്നു നിൻ്റെ പണ്ടത്തെ അവസ്ഥ? ഇപ്പോൾ നീ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നാം ഇപ്പോൾ ഒരു നല്ല നിലയിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്: മകളെ, നിൻ്റെ പണ്ടത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? എത്രയേറെ നന്മകൾ ഞാൻ നിനക്ക് തന്നു, എന്നിട്ട് നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്? നാം ഒരു മോശപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോഴെങ്കിൽ നമ്മോട് ദൈവം ചോദിക്കുന്നുണ്ട്: നിൻ്റെ പണ്ടത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? നിനക്കിപ്പോൾ ദുഃഖങ്ങൾ വന്നപ്പോൾ നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് നിൻ്റെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നന്മ ചെയ്യാൻ ആഗ്രഹിച്ച മനുഷ്യരിൽ നിന്ന് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് ദൈവം. എങ്കിൽ ഈ നന്മയുടെ പ്രവർത്തനങ്ങൾ കേൾക്കാൻ നമ്മോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ഹാഗാറിനെ ദൂതൻ സഹായിക്കുന്നുണ്ട്. നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ദൂതൻ തിരിച്ചു പോകാനാണ് പറയുന്നത്. ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു: നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഒരു സന്ദർഭത്തിൽ നമുക്ക് ദുഃഖത്തിൻ്റെയോ വീർപ്പുമുട്ടലിൻ്റെയോ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകണ്ട എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നീ അതിന് കീഴ്പ്പെട്ടിരിക്കുക. തക്ക സമയത്ത് നിന്നെ ദൈവം അനുഗ്രഹിക്കും. നിന്നെ ദൈവം കാണാതെ പോകുന്നില്ല എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ദൂതൻ തുടർന്നു: എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ആൺകുട്ടിയെ പ്രസവിക്കും, അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം. ദൈവം മനുഷ്യരോട് ഓരോരുത്തരോടും ഇങ്ങനെയാണ് പറയുന്നത്. നീ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഓടി ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അതല്ല ദൈവിക പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി നീ പോയിട്ട് വീണ്ടും ഈ അവസ്ഥയിൽ കീഴ്പ്പെട്ടിരിക്കും. അങ്ങനെ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ദൈവം നിന്നിൽ പ്രസാദിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാം വരവ് എവിടെ നിന്നാണ്? എങ്ങോട്ട് നാം പോകുന്നു? എവിടെ നിന്ന് നാം വന്നത് നമുക്ക് ക്ലിയറാണ്. നമ്മൾ ദൈവത്തിൽ നിന്നാണ് വന്നത്. പക്ഷെ പോകുന്നത് നമുക്ക് വ്യക്തതയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വന്നപ്പോൾ ഉണ്ടായിരുന്ന പരിശുദ്ധി ഇപ്പോഴില്ല, അത് നഷ്ടമായിപ്പോയി ഈ യാത്രയിൽ. സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയുടെ ഗർഭപാത്രമായ കല്ലറയിലേക്കുള്ള പോക്കാണ് നമ്മുടെ യാത്ര. ഈ യാത്രക്കിടയിൽ ആദ്യമുണ്ടായിരുന്ന ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടമാവുകയാണ് പല കാരണങ്ങളാൽ. ഈ അടുത്തയിടെ എനിക്കൊരു ഫോൺ കോൾ വരികയുണ്ടായി. ആ ഫോണിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: വിവാഹം ഉറപ്പിച്ചു വെച്ച ഒരു മകനാണ് എന്നെ വിളിക്കുന്നത്. ആ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: 1 വർഷമായി വിവാഹം ഉറപ്പിച്ചിട്ടിട്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ വധുവാകാൻ പോകുന്ന പെൺകുട്ടിയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. മയക്കമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഇറങ്ങി ബൈക്കും എടുത്ത് സ്കൂട്ടർ എടുത്ത് പോകുന്നു മറ്റുള്ള പുരുഷന്മാരുടെ കൂടെ. ഇത് ചോദിക്കുമ്പോൾ ഈ മകന് മാനസിക അസുഖമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നു. വീട്ടിൽ ആരുമില്ല ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഈ മകൻ കരഞ്ഞ് പറഞ്ഞതാണ്: പ്രാർത്ഥിക്കണം, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ച് നല്ലവളാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ മകൻ കാത്തിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു ഒറ്റപ്പെട്ട അനുഭവമല്ല.
12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഇന്നലെ കണ്ടുമുട്ടി. മാനസിക വിഭ്രാന്തിയാണ്. എങ്ങനെയാണ് മാനസിക വിഭ്രാന്തി വന്നത്? പല കാരണങ്ങളുണ്ടാകാം. ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ അതല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് തെറ്റായിട്ടുള്ള ക്രമങ്ങളിലൂടെ കടന്നു പോയിട്ടോ എങ്ങനെയൊക്കെയോ അവർ മാനസിക രോഗത്തിനടിമയായി. ചെയ്യുന്നതിനെ കുറിച്ചൊരു ബോധമില്ലാത്ത അവസ്ഥയാണ് ഈ മാനസിക രോഗം. ഞാൻ കഞ്ചാവ് കഴിക്കുന്നു, ഞാൻ ലഹരി ഉപയോഗിക്കുന്നു എങ്കിൽ അത് ഞാൻ എൻ്റെ കൺട്രോളിലല്ല ചെയ്യുന്നത്. ദൈവത്തിൽ നിന്നും വന്നൊരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുകയില്ല. അപ്പോൾ ഈ വ്യക്തി ദൈവത്തിൻ്റെ കൺട്രോളിൽ നിന്നും ദൈവത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു പോയി അവൻ അല്ലെങ്കിൽ അവൾ ഈവിൾ സ്പിരിറ്റിൻ്റെ അടിമത്തത്തിലാണ്. ഇതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരണം. ഈ അവസ്ഥയിൽ ദൈവം ലോകത്തോട് ഇറങ്ങി വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, മോനെ മോളെ, നീ എത്ര വിശുദ്ധിയുള്ളവളായിരുന്നു, എത്ര വിശുദ്ധൻ ആയിരുന്നു, ഇപ്പോൾ നീ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ, വിവാഹ ബന്ധങ്ങൾ തകർന്ന് മറ്റുള്ള അശുദ്ധകരമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കാണുമ്പോൾ, പഠിക്കേണ്ട കുട്ടികൾ പഠിപ്പിൽ ശ്രദ്ധിക്കാതെ മറ്റു പലതിലും ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഓർക്കണം, നമുക്ക് കടമയുണ്ട്. വേണ്ടപ്പെട്ടവരെ അറിയിക്കുക, അതൊരു നന്മയാണ്. അവർ അത് അംഗീകരിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ആ വ്യക്തികൾ രക്ഷപ്പെടും. പല ദാമ്പത്യ ബന്ധങ്ങളിലും എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല ബന്ധങ്ങളും തകരാനിടയായിട്ടുള്ളത് പലരും വാണിംഗ്, മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അത് കേൾക്കാൻ പോയിട്ടില്ല, അതിനെ വകവെച്ചില്ല, ഗവനിച്ചില്ല. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് ഇടവന്നിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മോട് ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ് വന്നത്? നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.